ഹലോ ഗൈസ്, ഇതേപോലെ ഇറ്റ്സ് മീ 𝓂𝕐𝕙 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GTA 5 റോൾ പ്ലേ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടേക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ നമ്മുടെ ഒരു GTA 5 പോലത്തെ തന്നെ സെയിം റോൾ പ്ലേ നമ്മുടെ സാൻ ആൻഡ്രിയാസിൽ കളിക്കാൻ, അതായത് നമ്മുടെ ആൻഡ്രോയിഡിലും കമ്പ്യൂട്ടറിലും ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് എങ്ങനെ കളിക്കാമെന്നാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. വോയിസ് ചാറ്റ് എല്ലാം നമ്മുടെ GTA 5 പോലെ തന്നെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ്റെ പേര് സാമ്പ് ലോഞ്ചർ എന്നാണ്. സാമ്പ് ലോഞ്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു സാമ്പ് ലോഞ്ചറിൽ ആദ്യം തന്നെ നമുക്ക് പെർമിഷൻസ് ചോദിക്കും, ഒരു സ്റ്റോറേജ് പെർമിഷൻസ് ചോദിക്കും. അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇൻസ്റ്റാൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് യെസ് കൊടുക്കാം. യെസ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ക്ലയൻറ്റ്, നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള ക്ലയൻറ്റ് ആക്ച്വലി ഔട്ട് ഓഫ് ഡേറ്റ് ആണ്, അതായത് പഴയ വേർഷനാണ്. നമ്മളിത് ഓട്ടോ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ഇൻസ്റ്റാളേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചില പ്രാവശ്യം നമ്മുടെ ഇൻസ്റ്റാൾ പെർമിഷൻസ് സെറ്റിങ്സിൽ ഡിസേബിൾഡ് ആയിരിക്കും. ആ സെറ്റിങ്സിലെ പെർമിഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക്. നമ്മുടെ ആപ്പായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പെർമിഷൻസ് അലോ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു സാമ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഗെയിം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് സെലക്ട് ചെയ്യാൻ, ഏത് ക്യാഷാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ചൂസ് ചെയ്യുന്നത് ലൈറ്റ് വേർഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ സ്പെക്കും ഫോണിൻ്റെ സ്പേസൊക്കെ അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്ഡേറ്റ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ യെസ് കൊടുത്ത് ഇത് ചെയ്യാം. അപ്ഡേറ്റിംഗ് ഗെയിം ഡാറ്റ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. 894 MB ആണ് നമ്മുടെ ഈ ഒരു ഫയൽ സ്പേസ് വരുന്നത്, ഗെയിം സ്പേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഡൗൺലോഡ് ആയി കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഗെയിം ഫുള്ളായിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കാണാൻ കഴിയും പച്ച കളറിൽ ഇൻസ്റ്റാൾ ആക്ച്വൽ വേർഷൻ എന്ന് പറഞ്ഞിട്ട് കത്തി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഗെയിമിലേക്ക് കയറണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് നിങ്ങൾക്ക് ഗെയിമൊക്കെ എങ്ങനെ കളിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടാവും. താഴെ സെർവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. സെർവേഴ്സ് കുറേ കാണാം. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഫേവറേറ്റ്സിൽ ആഡ് സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ആഡ് സെർവർ വഴിയാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഗെയിമിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ GTA 5 റോൾ പ്ലേ പോലെ തന്നെ ഓരോ സെർവേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോരോ റോൾ പ്ലേ സെർവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാൻ പോണതും എനിക്ക് പേഴ്സണലി വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ഫ്രണ്ട്ലിയസ്റ്റ് അഡ്മിൻ പാനലുള്ള ഒരു ഗ്രൂപ്പായിട്ട് തോന്നിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു റോൾ പ്ലേ സെർവറാണ് ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. GGC ജിയോ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്നാണ് നമ്മുടെ ഒരു സെർവറിൻ്റെ പേര്. ഈ സെർവറിൽ ഞാൻ കുറച്ച് നാളായി ഇതിനകത്ത് കയറിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെർവർ കയറി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും, ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. ഞാൻ ഈ ഒരു സെർവറിലേക്കുള്ള ഇൻവൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു സെർവറിൽ കൂടെയാണ് നിങ്ങൾക്ക് റോൾ പ്ലേയിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ. നമ്മുടെ മല്ലു റോൾ പ്ലേയിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ. നല്ല മാപ്പിങ്ങും നല്ല അടിപ്പൻ വോയിസ് ചാറ്റും നല്ല ഫ്രണ്ട്ലി അഡ്മിൻസും നല്ല ഇവൻറ്റ്സും ഒക്കെ ആയിട്ട് നല്ല അടിപ്പൻ ഇവൻറ്റ്സ് ആണ്. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സെർവറിൽ നിന്നും മറ്റ് സാം സെർവേഴ്സിന് അപേക്ഷിച്ച് നല്ല അടിപൊളി ഇവൻറ്റ്സ് ഒക്കെയാണ് കൊണ്ടുവരുന്നത് ഇവരെ. എനിക്ക് ഇവൻറ്റ്സ് എല്ലാം നല്ല അടിപ്പൻ ഇവൻറ്റ്സ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഇവൻറ്റ്സ് ആണ്. ഞാൻ എടുത്തെടുത്ത് പറയണത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവത്തിനകത്ത് വെൽക്കം ചാനലൊക്കെ ഉണ്ട്. ഈ ഒരു വെൽക്കം ചാനലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ ഗെറ്റ് യുവർ റോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഗെറ്റ് യുവർ റോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഫോർ അപ്ലൈയിങ് വൈറ്റ്ലിസ്റ്റ് ചെക്ക് ഹാഷ്ടാഗ് വൈറ്റ്ലിസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. സാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നതിന് താഴെ ഒരു ചെറിയൊരു ഇമോജി അഥവാ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു സ്റ്റിക്കറിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യാം. ആ ഒരു സ്റ്റിക്കർ റിയാക്ട് ചെയ്യുന്നതോട് കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ ആ ഒരു ഇതിലേക്ക് സാമ്പ് എന്ന് പറഞ്ഞൊരു റോള് നമ്മുടെ ഇതിലേക്ക് കയറുന്നതാണ്, നമ്മുടെ ഒരു അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. ആ ഒരു സാമ്പ് റോൾ വെച്ച് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ടിക്കറ്റ്, ഹെൽപ്പ് ലൈൻ, വെയിറ്റിംഗ് ഒക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് കാണാൻ കഴിയും. ഇവിടെ വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷനിലാണ് നമ്മൾ വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നത്, അഥവാ നമ്മുടെ ഗെയിമിലേക്ക് കയറാനുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇവിടെയാണ് വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷന്. ഇതിനകത്ത് ഈ ഒരു ഫോംസ്, ഗൂഗിൾ ഫോംസിലുള്ള ഒരു ഫോം കിടപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ആ ഒരു ഫോംസ് ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമ്മുടെ മെയിലാണത്, യുവർ ഇമെയിൽ ID, ഇമെയിൽ അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അടുത്തത് നമ്മുടെ റോൾ പ്ലേയുടെ ഒരു ഐക്കൺ വരുന്നുണ്ട്, വാട്ട് ഈസ് യുവർ റിയൽ നെയിം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും യുവർ ഡിസ്കോഡ് നെയിം ആൻഡ് ടാഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഡിസ്കോഡ് ടാഗ് എടുക്കാൻ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡിസ്കോഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഡിസ്കോഡിൻ്റെ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം. നമ്മളപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു താഴെ മൂലക്ക് കാണാൻ കഴിയും ഒരു അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ, നമ്മുടെ ഈ ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഒരു പ്രൊഫൈലിൻ്റെ ഓപ്ഷനിലും കാണാൻ കഴിയും സെറ്റോക്കർ 2.0 #3411. ഈ ഒരു ഇതാണ് നമ്മുടെ ഒരു നെയിം ആൻഡ് ടാഗ് വരുന്നത്. ആ ഒരു നെയിം ആൻഡ് ടാഗ് വെച്ചാണ് നമ്മൾ ഇതിനകത്ത് കയറേണ്ടത്. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ടാഗ് അടിച്ച് കൊടുക്കാം. ടാഗ് അടിച്ച് കൊടുത്തതിന് ശേഷം റിയൽ ഏജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ റിയൽ ഏജ് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാവ് യു എവർ പ്ലേഡ് RP ചോദിക്കുന്നുണ്ട്, നമ്മൾ യെസ് കൊടുക്കുന്നുണ്ട്. യുവർ ഇൻ ഗെയിം ക്യാരക്ടർ അഥവാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ ഗെയിമിൽ നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ നെയിം ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് നമ്മൾ ഇൻ ഗെയിം നെയിംസ് ഇടുന്ന ടൈമിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. സ്പേസ് വരുന്ന ടൈമിൽ ഈ ഒരു അണ്ടർസ്കോർ ആയിരിക്കും വരേണ്ടത്. സെക്കൻഡ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. അതാണ് നമ്മുടെ ചോദിക്കുന്നത്. ഇൻ ഗെയിം ക്യാരക്ടറിൻ്റെ ഏജ് ആണ് ചോദിക്കുന്നത്, നമ്മൾ 25 കൊടുക്കുന്നുണ്ട്. ഡിഡ് യു റീഡ് ഓൾ ദ റൂൾസ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇതുവരെ റൂൾസ് ഒന്നും വായിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഓൾറെഡി റൂൾസൊക്കെ അറിയാം. റൂൾസൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചും തരാം. ഡിഡ് യു റീഡ് ഓൾ ദ റൂൾസ് വായിച്ചിട്ട് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ഫെയിൽ RP എന്ന് പറയുമ്പോൾ ഫെയിൽ ടു ദി RP റൂൾസ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ഫോർമാറ്റ് നമ്മുടെ അതിനകത്തുള്ള ചോദ്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. നമ്മുടെ അഡ്മിൻസ് അഥവാ അഡ്മിൻ പാനലുകൾ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് വൈറ്റ് ലിസ്റ്റ് പെൻഡിങ് വൈറ്റ് ലിസ്റ്റ് ഇതിനകത്ത് നമ്മുടെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇന്ന് 12/7 വരെ നമ്മുടെ ഇത് ഓരോ ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ആക്കിയേക്കുന്നത് കാണാൻ കഴിയും. ഈ ഒരു ആപ്ലിക്കേഷൻസ് ഇവർ അക്സെപ്റ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഒരു മെസ്സേജ് വിടുന്നതായിരിക്കും. ബാക്കി പ്രൊസീജിയർ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആക്കിയതിന് ശേഷം കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം തന്നെ നമ്മുടെ വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കം ടു വെയിറ്റിംഗ് VC എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് താഴേക്ക് പതുക്കെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വെയിറ്റിംഗ് VC കിടപ്പുണ്ടാവും. ഇവിടെ ഹെൽപ്പ് ലൈനിൽ നമ്മുടെ അഡ്മിൻസ് സ്റ്റാഫ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. വന്നിട്ട് ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ മോഡ്സ് അല്ലെങ്കിൽ ജൂനിയർ മോഡ്സ് നിങ്ങൾ ടാഗ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ വന്ന് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് ലിസ്റ്റ് എടുത്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കറൻ്റ് വെയിറ്റിംഗിലേക്ക് കയറിയിരിക്കാം. വെയിറ്റിംഗിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ സ്പീക്ക് ചെയ്യാൻ പെർമിഷൻ ഇല്ല. പ്രൊഫൈൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ലിസ്റ്റ് പെർമിഷനും കിടപ്പുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വലിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റോൾ പ്ലേയുടെ ഇത് റൂൾസൊക്കെ തെറ്റിക്കുന്നല്ലേ? നമ്മുടെ റൂൾസ് ഉള്ള റൂൾസ് ജനറൽ ആയിട്ടുള്ള RP റൂൾസ് തെറ്റിക്കുന്നതിനാണ് ഫെയിൽ RP എന്ന് പറയുന്നത്. RDM എന്താ? RDM വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് വെടിവെച്ചിടുന്ന ആ സംഭവമല്ലേ? റീസൺ ഇല്ലാണ്ട് വെടിവെച്ചിടുന്നതിനാണ് ഫില്ല് ചെയ്യുന്നതിനാണ് RDM വരുന്നത്. EDM മറ്റേ റീസൺ ഒന്നുമില്ല, വെറുതെ വണ്ടിയായിട്ട് കൊല്ലല്, ഹിറ്റ് ആൻഡ് റൺ പോലത്തെ സംഭവമൊക്കെ. മിസം നമ്മുടെ ഒരു VCയിൽ ഇരുന്നിട്ട് പിന്നെ ബാക്കിയുള്ള റോൾ പ്ലേ റൂൾസ് ഞാൻ നേരത്തെ ഫില്ല് ചെയ്ത് കൊടുത്ത സെയിം സാധനം തന്നെയാണ് നമ്മുടെ അടുത്ത് വീട്ടിൽ ചോദിച്ചത്. ഈ റോൾ പ്ലേ റൂൾസൊക്കെ നിങ്ങൾക്ക് എവിടെ കാണാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാമ്പിൻ്റെ ഇവിടെ താഴേക്ക് പോകണം. ഇവിടെ കാണാൻ കഴിയും RP റൂൾസ്, റോബറി റൂൾസ്, പോലീസ് റൂൾസ്, ഫാക്ഷൻ റൂൾസ്, കോഡ് 99 റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂൾസ് ഉണ്ട്. അതിൽ RP റൂൾസാണ് നിങ്ങൾക്ക് മെയിനായിട്ട് അറിയപ്പെടേണ്ടത്. നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള റൂൾസാണ് ഈ ഒരു RP റൂൾസ്. ഈ ബേസിക് നോളജ് വെച്ചാണ് നമ്മൾ ആദ്യം വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതും നമ്മളൊരു ആ ഒരു വെയിറ്റിംഗ് VCയിൽ പോയി നമ്മൾ ആ ഒരു വൈറ്റ് ലിസ്റ്റ് എടുക്കേണ്ടതും. നിങ്ങളത് ആദ്യം ശ്രദ്ധിക്കുക. ഈ റൂൾസ് നിങ്ങൾ എന്തായാലും കളിക്കാൻ നേരത്ത്, അതായത് നമ്മുടെ റോൾ പ്ലേ കളിക്കാൻ നേരത്ത് ഇതെന്തായാലും ഫോളോ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമായിരിക്കും, 2 ദിവസമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഫെയിൽ RPയുടെ ഗ്രാവിറ്റി അനുസരിച്ച്, അതായത് അത് എത്രയും സീരിയസ് ആയിട്ടുള്ള ഫെയിൽ RP ആണോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ബാനൊക്കെ കിട്ടുന്നത്. അത് ഏത് സെർവറിലായാലും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയും റൂൾസൊക്കെ ഉണ്ട്. ഇവിടെ 1, 2, 3, 5 ചാനൽസിലായിട്ട് നമ്മുടെ റൂൾസ് കിടപ്പുണ്ട്. ആ റൂൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലല്ല, വായിച്ചാൽ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ റോൾ പ്ലേയിലേക്ക് കയറാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് ലിസ്റ്റ് നമ്മുടെ ഇവിടെ വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയി കിട്ടിയിട്ട്, അക്സെപ്റ്റ് അല്ല, വൈറ്റ് ലിസ്റ്റ് നമുക്ക് റിസൾട്ട്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. വൈറ്റ് ലിസ്റ്റ് റിസൾട്ട്സിൽ നമ്മുടെ ഒരു വൈറ്റ് ലിസ്റ്റ് അക്സെപ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു അഡ്മിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനകത്ത് നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സാമ്പ് വൈറ്റ് ലിസ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് കാണാൻ കഴിയും, ഒരു ടാഗ് കാണാൻ കഴിയും. പോസ്റ്റ് യുവർ ഇൻ ഗെയിം നെയിം ഇൻ സാമ്പ് ഇൻ ഗെയിം നെയിംസ്. ഈ ഒരു ഇൻ ഗെയിം നെയിമിൽ നമ്മൾ എന്താണോ ഇൻ ഗെയിം നെയിം കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു ഇൻ ഗെയിം നെയിം നമ്മൾ ഇതിനകത്ത്
ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻ ഗെയിം നെയിം ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇൻ ഗെയിം നെയിം അക്സെപ്റ്റ് ആക്കിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിയാക്ഷൻ നമ്മുടെ അഡ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരു റിയാക്ഷൻ കിട്ടും. ഈ ഒരു റിയാക്ഷൻ കിട്ടിയതിന് ശേഷം ഈ ഒരു റിയാക്ഷൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്ത് നമ്മുടെ ഒരു അക്കൗണ്ട് വൈറ്റ് ലിസ്റ്റ് ആക്കണം. അതായത് ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഗെയിമിനകത്തൊരു അക്കൗണ്ട് വൈറ്റ് ലിസ്റ്റ് ആക്കണം. നമ്മുടെ ഡി സിയിലും വൈറ്റ് ലിസ്റ്റ് ആക്കണം, മറ്റേതിനകത്തും വൈറ്റ് ലിസ്റ്റ് ആക്കണം. 2 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് റോൾ പ്ലേയിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ. ഈ ഒരു വൈറ്റ് ലിസ്റ്റ് ആയതിനു ശേഷം ഇവിടെ ഒരു ടിക്ക് വന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പ് ഐ പി എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട്. ഈ ഒരു സാമ്പ് ഐ പി എന്ന് പറഞ്ഞൊരു ഫോൾഡർ വരാം. ഈ ഒരു സാമ്പ് ഐ പിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഈ ഒരു സാമ്പ് വൈറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തേക്കുന്നതിൻ്റെ തൊട്ട് മേളിൽ നിങ്ങൾക്ക് ഒരു ഐ പി കാണാൻ കഴിയും. ഐ പി ഞാൻ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വൈറ്റ് ലിസ്റ്റഡ് അല്ലാത്ത ബാക്കിയുള്ളവർ ഐ പി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഐ പി ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഐ പി നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്യാം. ഈ ഒരു ഐ പി നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ ലോഞ്ചറിലേക്ക് വരാം. ഈ ഒരു സാമ്പിൾ ലോഞ്ചറിലേക്ക് വന്നതിന് ശേഷം താഴെ സെർവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെർവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആഡ് സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ആ ഒരു ആഡ് സെർവർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഹോസ്റ്റ് ഈസ് ടു പോർട്ട് ഓർ ഹോസ്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു അഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് റാൻഡം ആയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഐ പി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈസ് ടു നമ്മുടെ ഹോസ്റ്റ് പോർട്ട്. ഇത് പോർട്ട് വേറൊരു 4 അക്കോ അല്ലെങ്കിൽ 5 അക്കോ ആയിട്ടുള്ളൊരു നമ്പർ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് തുടക്കത്തിൽ തന്നെ കിട്ടുന്നൊരു പോർട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇതും കറക്റ്റ് പോർട്ടാണെന്ന് എനിക്ക് ഒറ്റ ഉറപ്പില്ല. ആഡ് സെർവർ ടു ഫേവറേറ്റ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു സെർവർ ഫേവറേറ്റ്സിലേക്ക് ആഡ് ആവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു സെർവർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ ഒരു കറക്റ്റ് ആയിട്ട് ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ലോഡിംഗ് എന്ന്. കറക്റ്റ് ഐ പി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ജിയോ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പേരൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പ്ലേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പ്ലേ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ സെർവറിലേക്ക് ജോയിൻ ആവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കേസ് ഈ ഒരു ചെറിയൊരു സാധനം പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചായിരുന്നു. നിങ്ങൾക്ക് റോൾ പ്ലേ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾക്ക് കയറി റോൾ പ്ലേയിലൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. നമ്മുടെ GTA 5 കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആവാതെ തന്നെ നമുക്ക് ഈ ഒരു സാമ്പ് കളിക്കാൻ കഴിയും. പക്ഷേ GTA 5 ആ ഒരു ഇത് വെച്ചിട്ട് അതേപോലെ ആയിരിക്കില്ല. പക്ഷേ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. എന്നാലും നല്ലപോലെ തന്നെ നിങ്ങൾക്ക് RP കളിക്കാൻ കഴിയും, റോൾ പ്ലേ കളിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് നമ്മുടെ സാമ്പ് എന്ന് പറഞ്ഞൊരു സംഭവം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സാമ്പ് ഡൗൺലോഡ് ചെയ്യാം. നേരെ നമ്മുടെ സെർവർ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാം, കളിക്കാം. ഹാവ് ഫൺ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.